മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വലിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പലർക്കും അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയാറില്ല. ആദിവാസികൾ തന്നെ അങ്ങോട്ടേക്ക് പ്രവേശിക്കുമ്പോൾ ID കാർഡ് വരെ ചോദിക്കുന്ന സാഹചര്യമുണ്ട്. എന്നിട്ടും മധുവിനെ പിടികൂടാൻ വേണ്ടി കുറേ ആളുകൾ അങ്ങോട്ടേക്ക് വനത്തിനകത്തേക്ക് കയറുകയും മധുവിനെ പിടികൂടുകയും ആക്രമിക്കുകയും ചെയ്തത് എങ്ങനെയെന്നുള്ളത് വളരെ ദുരൂഹമാണ്. മധുവിൻ്റെ സഹോദരി ചന്ദ്രിക നമ്മോടൊപ്പമുണ്ട്. എങ്ങനെയാണ് ഇവർ ഈ വനത്തിലെത്തിയത് എങ്ങനെയാണ്? ഫോറസ്റ്റ് ഓഫീസിലെ ഒരു ഡ്രൈവർ വിനോദ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഡ്യൂട്ടിക്ക് പോയ വാച്ചറാന്ന് അറിഞ്ഞൂടാ. വാച്ചർ 2 പേരുണ്ടായി ആ സമയത്തുള്ള ഡ്യൂട്ടിക്ക് ആ ഏരിയയിൽ. ഈ വിനോദ് എന്ന് പറഞ്ഞ ആളാണ് ഫോൺ വിളിച്ചിട്ടാണ് അവിടുത്തെ നാട്ടുകാർ, ഓട്ടോ ഡ്രൈവർമാരെ, ജീപ്പുകാരെയും അല്ലാതെ താവളത്തും പാക്കുളം, കൽക്കണ്ടി ഈ സ്ഥലങ്ങളിലെ ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ആ ഏരിയയ്ക്ക്. എന്നിട്ട് കുറേ വണ്ടി പോയി എത്തിയിട്ടുണ്ട്. 50ഓളം ആൾക്കാരാണ് ആ സ്ഥലത്ത് എത്തിയേക്കുന്നത്. ആദ്യം ജൈജു എന്ന് പറഞ്ഞ ഓട്ടോയിലാണ് കുറേ പേര് കയറി പോകുന്നത്. അവരാണ് ആദ്യം ആ സ്ഥലത്ത് എത്തിയത്. പിന്നെ അതിന് ശേഷം പിന്നെ കുറേ പേരെത്തി. പാക്കുളത്തെ ആൾക്കാരെത്തി, താവളത്തെ ആൾക്കാരും എത്തി. അതിന് ശേഷമാണ് ഇവർ ആ ഗുഹ വളഞ്ഞിട്ടാണ് ഇവനെ പിടിക്കുന്നത്. ആ സമയത്ത് ഇവൻ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മുളക് എന്തോ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് മുളക് ഉണ്ടാക്കുന്ന ഇതിലായിരുന്നു. അപ്പം തന്നെ അവർ മുമ്പിൽ പോയി പിടിച്ച് കയ്യൊക്കെ കെട്ടിവെച്ചു. അത്രയ്ക്ക് കെട്ടിവെച്ച് ആ ഉടുത്തിരിക്കുന്ന മുണ്ടിലാണ് ഈ മൊത്തം കെട്ടിയേക്കുന്നത്. എന്നിട്ട് അവിടെ കെട്ടിവെച്ചിട്ട് ഇവർ ആ സമയം നല്ല മർദ്ദിച്ചിട്ടുണ്ട്. മർദ്ദിച്ചതിന് ശേഷമാണ് ഇവരിങ്ങനെ താഴേക്ക് കൊണ്ടുവരുന്നത്. മുക്കാലിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇവൻ കളവ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ സാധനം അരി 20 കിലോ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ആ 20 കിലോ ഉള്ള അരിയുടെ നമുക്കറിയാൻ പറ്റും. പക്ഷെ ഇതിനേക്കാളും ഭാരമുള്ള ഒരു സാധനമാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത്. അങ്ങനെ കാണുന്നവരൊക്കെ പറഞ്ഞത് ഭാരമുള്ള ഒരു സാധനമാണ് അകത്ത് കിടക്കുന്നത്. ഇവർ 30-50 കിലോ അരി നേരത്തെ നന്നായിരിക്കുമ്പോൾ എടുക്കുന്ന ആളായിരുന്നു. മാനസിക രോഗിയായതിനു ശേഷം അധികം തൂക്കമുള്ള സാധനങ്ങളൊന്നും എടുക്കാറില്ല ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അതായത് ഈ വന്ന ആളുകളെല്ലാം അതിലെന്തോ ഇട്ടിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. മണലാന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, മണലാണോ എന്ന് അറിഞ്ഞൂടാ. ഇനി അതിൻ്റെ ഉള്ളിൽ മണലിൻ്റെ കൂടെ ചിലപ്പോൾ കല്ലും ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ ചുമക്കാൻ വെച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. അതായത് മധു കാട്ടിലുണ്ട്, ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ള ഫോറസ്റ്റർമാർ വിളിച്ചു പറഞ്ഞിട്ടാണ് ആളുകൾ അങ്ങോട്ട് വരുന്നത് അല്ലേ? വന്നതിന് ശേഷം ആ സമയത്ത് ഫോറസ്റ്റർമാർ അങ്ങോട്ട് വന്നിട്ടില്ല അവിടെ. പക്ഷെ 2 ഡ്യൂട്ടിക്ക് ആൾക്കാർ ഇട്ടിരുന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ ഡ്യൂട്ടിക്കാരെ ഇങ്ങനെ ഈ ആൾക്കാർ വരുമ്പോൾ അവരങ്ങോട്ട് പറഞ്ഞിട്ടുമില്ല. നേരത്തെ ഈ ആളുകൾ മധുവിനെ ഇതുപോലെ ഭീഷണിപ്പെടുത്തുകയോ മർദ്ദിക്കുകയോ ചെയ്തിരുന്നോ? അങ്ങനെ മർദ്ദിച്ചിട്ടൊന്നുമില്ല. നേരത്തെ മുക്കാലിലൊരു കടയിൽ കയറിയിട്ടുണ്ട്. അവർ കടയിൽ കയറിയ സമയത്ത് അവൻ ഇങ്ങനെ ഇതേപോലെ അരിയും കഴിക്കാനുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ സാധനം എടുത്തു അവൻ എല്ലാവരും മുമ്പിൽ മൊഴി നൽകിയിട്ടുണ്ട്. ഞാൻ ഈ സാധനം എടുത്തു എന്നുള്ള സത്യം കഴിക്കാൻ വേണ്ടിയിട്ട്, വേറൊന്നും ഞാൻ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ എടുത്ത് പോവുകയും ചെയ്തു. ആ ഗുഹയിൽ പോയിട്ട് എൻ്റെ സാധനം കൊണ്ടുപോയിട്ടുണ്ട് എന്ന് അവൻ പറയുന്നു. ഞാൻ കൊണ്ടുപോയി അവിടെ വെക്കുന്ന സാധനം അവിടെ നിന്ന് ആരോ എൻ്റെ അടുത്തു നിന്നും കൊണ്ടുപോയിട്ടുണ്ടെന്ന് അവർ അവിടെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ മുമ്പിൽ. ഈ ഫോറസ്റ്റർമാർക്കൊക്കെ മധു താമസിക്കുന്ന സ്ഥലം നേരത്തെ അറിയാവോ? അറിയാൻ കൃത്യ സ്ഥലമൊന്നുമില്ല. ആൾക്കാർ വന്ന് കണ്ട അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകും. ആ ആൾക്കാരെ അവന് ഇഷ്ടമല്ല. നിങ്ങൾ ഈ വിവരങ്ങൾ പോലീസിനോട് കൈമാറിയോ? ഏതിതോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോറസ്റ്റർമാർക്കും മധുവിൻ്റെ മരണത്തിൽ പങ്കുണ്ടെന്നാണ് പറയുന്നത്. പങ്കുണ്ടെന്ന് വെച്ച് ഞങ്ങൾ പറയുന്നത് ഇവരിത് ആ സമയത്ത് അവിടെ എത്തിയിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. അതായത് ആരെത്തിയിരുന്നെങ്കിൽ? ഫോറസ്റ്റുകാർ. പക്ഷെ ഫോറസ്റ്റുകാർ തന്നെയല്ലേ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ ഇവിടെ ആളുണ്ട്? ഡ്രൈവർമാർ, അത് ഫോറസ്റ്റുകാർക്കല്ലേ വിളിച്ചു പറഞ്ഞേക്കുന്നത്, ഡ്രൈവർമാരാണ്. ഇങ്ങനെ പോകുമ്പോൾ ഫോറസ്റ്റുകാർ അത് ചിന്തിക്കേണ്ടായിരുന്നു ഇത്രയും പേര് എന്തിനു പോകുന്നു എന്നൊക്കെ. എന്നിട്ട് ഭവാനി റേഞ്ചിലാണ് ഇവർ കയറി പോകുന്നത്. ഇവരെ അല്ലെങ്കിൽ ഫോറസ്റ്റുകാരെ വിളിച്ചിട്ട് നമ്മുടെ ID കാർഡ് ചോദിച്ചിട്ടാണ് ഓരോരുത്തർ അങ്ങോട്ട് കയറ്റി വിടുന്നത്. എന്നിട്ട് ഇവരതൊന്നും നോക്കാതെ ആ സ്ഥലത്ത് പോയി പിടിച്ചു കൊണ്ടുവന്നിട്ടാണ് ഇങ്ങനെ മർദ്ദിച്ച് ഇങ്ങനെ അവശനാക്കിയിട്ടാണ് മുക്കാലി കൊണ്ടുവന്ന് എത്തിയേക്കുന്നത്. അവർ കൊണ്ടുവരുന്ന വഴിക്ക് ഒരു ചാക്കും കൊടുത്തിട്ട് നടക്കാൻ പറഞ്ഞിട്ട് ഫോറസ്റ്റ് ജീപ്പ് പുറകിൽ ജീപ്പ് വരുന്ന ഇവൻ മുമ്പിലൊരു ചാക്കും കെട്ടി വലിച്ച് ഇങ്ങനെ ഇഴഞ്ഞു വരുന്ന പോലെയാണ് നടക്കുന്നത്. എന്നിട്ട് വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയാം. ഇതിങ്ങനെ നാവിങ്ങനെ നീട്ടുമ്പോഴേക്കും കുറച്ച് മാറ്റി പിടിക്കുക, നക്കി കുടിക്കടാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ നീട്ടി അവസാനം തലയിലൊക്കെ ഒഴിച്ചുകൊടുന്ന വെള്ളം അങ്ങനെ. എന്നിട്ട് താഴെ അവൻ്റെ മുമ്പിലിട്ടിട്ട് മൊത്തം വെള്ളം ഒഴിച്ചു കളഞ്ഞു, മണ്ണിലേക്ക് ഒഴിച്ചു കളഞ്ഞു എന്നാണ് പറഞ്ഞത്. അത് കണ്ടവരും ഉണ്ട്. ഇവനെ മധുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് പുറകിൽ ഫോറസ്റ്റ് ജീപ്പ് ഉണ്ടായിരുന്നു. ഇവരെന്നിട്ട് അതിന് ഒരു പരിഗണനയും കൊടുത്തിട്ടില്ല. ഇവർ ആ ജീപ്പിൽ കയറ്റി വന്ന് സുഖമില്ലാത്ത ഇങ്ങനെ ഒരു മനസാക്ഷി കുത്തുമില്ല എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവർ എങ്ങനെയും കൊണ്ടുവന്ന് അവിടെ എത്തിച്ചേനെ.
നേരത്തെ പോലീസുകാരെങ്കിലും വിളിച്ചറിയിക്കാനായിരുന്നു ഇവർ. ഏതായാലും ചന്ദ്രിക പറഞ്ഞത് വെച്ചാണെങ്കിൽ ഫോറസ്റ്റർമാർക്ക് മധുവിൻ്റെ മരണത്തിൽ കൃത്യമായ പങ്കുണ്ട്. കാരണം മധു ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ ഫോറസ്റ്റർമാരാണ്. അതിനുശേഷം മധുവിനെ പിടിച്ച് കൊണ്ടുപോകുന്ന വഴിക്ക് ഫോറസ്റ്റ് ജീപ്പ് പുറകിലുണ്ടായിരുന്നു. പക്ഷേ സുഖമില്ലാത്ത മധുവിനെ അതിൽ കയറ്റാനോ ഒന്നും അവർ തയ്യാറായില്ല. വെള്ളം കൊടുത്ത രീതിയെക്കുറിച്ചൊക്കെ ചന്ദ്രിക പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും ക്രൂരമായ മർദ്ദനമാണ് മധുവിന് ഏറ്റിരിക്കുന്നത്. അതിൽ പങ്കുള്ളവരുടെ എണ്ണം കൂടുകയാണ്. ഇതിൽ സമഗ്രമായ അന്വേഷണം തന്നെ നടക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് മധുവിൻ്റെ സഹോദരി ചന്ദ്രിക പറയുന്നത്.